നിഷയും കരിമീൻ കട്ടിങ്ങും ആണ് ഇപ്പോൾ കാണാൻ പോണത് കേട്ടോ. കരിമീൻ കട്ടിങ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗാണ് ഇത്. പണ്ട് എൻ്റെ വീട്ടിൽ അക്കമാർ, പിന്നെ പറവൂരത്തെ അമ്മായി, ഇത്രയും പേരാണ് കരിമീൻ കട്ട് ചെയ്ത് കണ്ടത്. അവർ പറയുമ്പോൾ അവർ എപ്പോഴും പറയും കരിമീൻ എന്ന് പറഞ്ഞാൽ മുഴുത്ത കരിമീനല്ല, ഈ പാകത്തിലുള്ള കരിമീനാണ് എപ്പോഴും വെക്കാൻ സുഖം, ആദ്യം വെക്കാൻ നല്ലതും ടേസ്റ്റും. അതിന് കാരണം കരിമീൻ മുറിച്ചാൽ അതിൻ്റെ രുചി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കരിമീൻ്റെ ഈ ഫിൻസൊക്കെ ഇല്ലേ, ഇത് ചിറകുകളെല്ലാം വെട്ടിക്കളയണം. അവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരയ്ക്കാണ് കരിമീൻ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഉസ്താദ്. മീരയ്ക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വലിയ തടിയുണ്ട്, ആ തടിക്കകത്തേക്ക് വെച്ചിട്ട് ഒരുതരം വെട്ടുകത്തി പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ച് കട്ട് ചെയ്യും. കാരണം ഈ കരിമീൻ്റെ എന്ത് ചെയ്യണമെങ്കിലും കരിമീൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്, അത് കയ്യിൽ കൊണ്ടാൽ പിന്നെ വിവരം അറിയും. അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ ചിറകുകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ വെട്ടിയ ചിറക് വെട്ടാൻ സുഖമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളത് ഈ ഭാഗത്തെയാണ്. ഇത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരിമീൻ ചെത്താനായിട്ട് സുഖം. കരിമീൻ ഇങ്ങനെ ചെതുമ്പൊരു കുത്തുമല്ല ചെയ്യുന്നത്, ചെത്തിയെടുക്കും. അതിന് പറവൂരത്തെ അമ്മായിയുടെ, അതായത് സോളുവാൻ്റിയുടെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കരിമീൻ ചെത്തണമെങ്കിൽ തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളാണ് കരിമീൻ ചെത്തണമെന്നാണ് പറയുന്നത്. വലിയ വീട്ടിലെ പെൺപിള്ളേർ, ബാക്കിയുള്ളവർ കരിമീൻ്റെ ചെതുമ്പിൽ കുത്തി കളയുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പം കരിമീൻ ചെത്തണതിന് മുമ്പ് ഒട്ടും വെള്ളം അതിന് പാടില്ല. അമ്മായിക്കൊക്കെ കരിമീൻ കെട്ടുണ്ടായിരുന്നു, അപ്പോൾ കരിമീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് പാടില്ല, വെള്ളത്തിൻ്റെ ഒരംശം പോലും പാടില്ല. അപ്പം അമ്മായിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആ കുളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് ഒലച്ച് കഴുകിയിട്ട് ഒരു വലിയ ചോറുകൊട്ടയിട്ടാണ് ഇടാറ്. എനിക്ക് നന്നായിട്ട് ചെത്താനൊന്നും അറിയില്ല, എന്നാലും അവരുടെ ഒരു മോഹം, അവർ ചെയ്യണ കണ്ടിട്ടുള്ള ഒരു മോഹം കൊണ്ട് ചെത്തണതാണ്. ഞാൻ കരിമീൻ ചെത്താറുണ്ട്, സാധാരണ വെട്ടി മേടിക്കാറില്ല കരിമീൻ. കാരണം എനിക്കതൊരു കരിമീൻ ചെത്തുന്നതാണ് എനിക്ക് ആ കരിമീൻ കറി കൂട്ടുന്നതിനും ഇഷ്ടം. ഇത് വേണ്ട, അല്ലെങ്കിൽ കരിമീൻ എന്ത് ചെയ്താലും ഇതിൻ്റെ ആ കറുപ്പ് നിറം ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് കരിമീൻ എപ്പോഴും ഇങ്ങനെ അതിനൊരു ഇതുണ്ട്, ലെയർ കണക്കിനാണ് അത് ചെത്തിയെടുക്കാൻ പറ്റുള്ളൂ. വീട്ടിലെ അക്കമാർക്കും പിന്നെ അമ്മായിക്കും ഒക്കെ ഉണ്ടല്ലോ കരിമീൻ ചെത്താനായിട്ടൊരു വലിയ കത്തി ഉണ്ടായിരുന്നു, വലിയ. അത് കരിമീൻ ചെത്താൻ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ജലാംശം വരാതിരിക്കാനായിട്ട്, ഒട്ടും നനവ് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു തുണി എടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ആ തുണി ഈ കരിമീൻ വെട്ടണ സമയത്ത് മാത്രമാണ് ആ തുണി ഇത് അലക്കി എന്നിട്ട് മടക്കി വയ്ക്കും. അത് കഴിഞ്ഞ് കരിമീൻ വെട്ടണ സമയത്ത് മാത്രമാണ് ഈ തുണി പുറത്തെടുക്കുള്ളൂ. അക്കമാരൊക്കെ ആയപ്പോൾ ന്യൂസ് പേപ്പറായി. പിന്നെ കരിമീൻ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമേ ഈ ചെകിളയും ഇതുമൊക്കെ കളയുള്ളൂ. കാരണം കൈ നനഞ്ഞു വരും, നമ്മുടെ കൈക്കും നനവൊന്നും പാടില്ല. അങ്ങനെ വേണം കരിമീൻ ചെത്തുമ്പോൾ ഇരിക്കാനായിട്ട്. കാരണം കരിമീൻ പിടിക്കുമ്പോൾ ഒട്ടും നനവില്ലാതിരിക്കുവാണ് പെട്ടെന്ന് ചെത്തി വരാനായിട്ട് സുഖം. എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല, എന്നാലും അവർ കണ്ടിട്ടുള്ള ഒരു പരിചയമാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് മീൻ വെട്ടാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കരിമീൻ മപ്പാസാണ് പറവൂരത്തെ സ്പെഷ്യൽ. അപ്പത്തിനൊക്കെ കരിമീൻ മപ്പാസ് കൂട്ടിയാണ് കഴിക്കണത്. രാവിലെ ഒന്നില്ലെങ്കിൽ താറാവ് കറി അല്ലെങ്കിൽ കരിമീൻ മപ്പാസാണ് പറവൂര് ചെല്ലുമ്പോൾ കിട്ടുന്നത്. പറവൂരാണ് ഈ കരിമീൻ എടുക്കുമ്പോൾ തന്നെ പറവൂരാണ് എൻ്റെ ഓർമ്മ മുഴുവനും. സോലുവാൻ്റിയുടെ വീട്, സോലുവാൻ്റി മാർത്തയാൻ്റി, അങ്ങനെയാണ് ഞങ്ങൾ അത്രയും കൂട്ടുള്ളൂ. ഇപ്പം എനിക്ക് സോലുവാൻ്റി ആയിട്ട് മാത്രമേ അടുപ്പമുള്ളൂ. എല്ലാവരും പല ദിക്കിലായില്ലേ. എന്നാലും ഈ കരിമീൻ എടുക്കുമ്പോൾ അവിടെ ഓർക്കാതെ വയ്യ. രാവിലെ അമ്മായി ഈ കരിമീൻ എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം തന്നെ ചെത്തിയിട്ട് ഇത് മുറിക്കാതെ മപ്പാസ് വെട്ടും. അപ്പോൾ ഒരു ദിവസം ഈ സെൻസസ് എടുക്കാനായിട്ട് ഞങ്ങൾ ആ വഴി പോയപ്പോൾ
സോലുവാൻ്റിയുടെ വീടിൻ്റെ അതുവഴി പോയപ്പോൾ സോലുവാൻ്റി എന്നെ വിളിച്ച്, നിഷേ മോനെ മുറിക്കാത്ത കരിമീൻ മപ്പാസ് വെച്ചതുണ്ട് വാ മോനെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴാണ് അവരും ഇത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയണത്. എന്താണെങ്കിലും ഈ കരിമീൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇടയ്ക്ക് കരിമീൻ കറി കൂട്ടണമെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ പോയി ഇത്രയ്ക്ക് ചെറിയ വലിപ്പമുള്ള കരിമീൻ നോക്കി മേടിച്ച് കൊണ്ടുവന്നിട്ടാണ് വെക്കണത്. കാരണം വലിയ കരിമീനൊന്നും മേടിച്ച് വെക്കാറില്ല ഞാൻ. എനിക്കെന്താ അതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കരിമീനാണ്. കണ്ടോ, ഇത് 8-10 ഉണ്ട്.